ഷിരൂരിൽ രക്ഷാദൗത്യത്തിൽ പുരോഗതിയുണ്ട്. നേവിയുടെ വിവിധ സംഘം ഇപ്പോൾ ഗംഗാവലി പുഴയിൽ പരിശോധന നടത്തുകയാണ്. അടിയൊഴുക്ക് ആണ് അവർ പരിശോധിക്കുന്നത്. സാഹചര്യം അനുകൂലമാവുകയാണെങ്കിൽ രക്ഷാദൗത്യത്തിലേക്ക് അവർ കടക്കും. അതേസമയം തന്നെ ഈ ഡ്രോൺ പരിശോധനയ്ക്കുള്ള ബാറ്ററിയും എത്തിക്കഴിഞ്ഞു. ഐബോർഡ് പരിശോധനയിലേക്ക് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ സംഘവും കടക്കുകയാണ്. ഷഫീദ് റൌത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്താണ് പുതിയ വിവരങ്ങൾ? വേണു, ഇതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നേവിയുടെ സംഘം അണ്ടർ കറൻസ് ഉള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അടിയൊഴുക്കും അതേപോലെ നദിയുടെ ഒഴുക്ക് സാഹചര്യങ്ങളും പരിശോധിച്ചു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഡൈവ് ചെയ്യാൻ കഴിയുന്ന സാഹചര്യമല്ല എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ഘട്ടത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഇന്ദ്രപാലൻ, അതായത് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ അടക്കമുള്ള സംഘം, അവരുടെ സംഘം നടത്തുന്ന ഡ്രോൺ പരിശോധനയാണ്. ആ ഡ്രോൺ പരിശോധനയിൽ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയി ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ അവിടെ മാത്രം ഏതെങ്കിലും ഒരു താൽക്കാലിക സംവിധാനം ഒരുക്കി ഇറങ്ങാൻ കഴിയുമോ എന്നുള്ള ഒരു പരിശോധന നേവിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഏതായാലും സംയുക്ത സംഘത്തിന്റെ റെസ്ക്യൂ സംഘത്തിന്റെ ഒരു മീറ്റിംഗ് അല്പസമയത്തിനുള്ളിൽ ഈ അപകട മേഖലയിൽ നടക്കും. നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് ഷിരൂരിലേക്ക് എത്തിച്ച്, അതായത് ഷിരൂരിലേക്ക് എത്തിച്ചിട്ടുള്ള ഡ്രോൺ ബാറ്ററികൾ, ഐബോർഡ് ഡ്രോൺ ബാറ്ററികൾ അത് ഉടൻ തന്നെ അസംബിൾ ചെയ്യണം, ആ മെഷീൻ അസംബിൾ ചെയ്യണം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. അടുത്ത 2 മണിക്കൂറിൽ സിഗ്നൽ ലഭിക്കും എന്നുള്ളതാണ് നിലവിൽ പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ആ ഒരു ഡ്രോൺ പറത്താനുള്ള സംവിധാനം, അതായത് ഡ്രോൺ ഉപയോഗിക്കാനുള്ള സംവിധാനം ആ പരിശോധനയിലേക്കായിരിക്കും കടക്കുക. വേണു, ഷഫീദ്, ഇപ്പോൾ ഈ കാലാവസ്ഥയുടെ സാഹചര്യം എന്താണ്? വേണു, നിലവിലിപ്പോൾ നമുക്ക് ഏതെങ്കിലും തരത്തിലൊരു ഈ മഴ സാഹചര്യമില്ല. പക്ഷേ മഴയൊന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ വീണ്ടും മൂടിക്കെട്ടുകയാണ്. ഒരു പക്ഷേ തൊട്ടടുത്ത മിനിറ്റുകളിൽ എപ്പോഴെങ്കിലും ഒരു മഴ പെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാം. കുറച്ച് മുൻപും ഇങ്ങനെ തന്നെയായിരുന്നു. കുറച്ചു നേരം തെളിഞ്ഞു നിന്നു. അതിനുശേഷം വീണ്ടും വളരെ പെട്ടെന്ന് മഴ പെയ്യുന്ന സാഹചര്യം. ഇപ്പോൾ സമാനമായ രീതിയിൽ തന്നെ ഈ മേഖലയിൽ ഈ മലകൾക്ക് മുകളിൽ കൂടി കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അത് മഴയിലേക്ക് നയിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടവേളകളിൽ ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും മഴ പെയ്താൽ ഇതിന് തൊട്ട് മുകളിൽ വനത്തിലെവിടെയെങ്കിലും ഉരുൾപൊട്ടൽ അതല്ലെങ്കിൽ വലിയ മഴയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ വെള്ളം കലങ്ങി ഒഴുകും. അതടക്കം രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകും, തിരച്ചിലിന് തടസ്സമാകും. ഈ 2 പ്രധാന പ്രശ്നങ്ങൾ. ഒന്ന്, ഈ മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായും റെസ്ക്യൂ പ്രവർത്തനം നടക്കില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ വനത്തിലെവിടെയെങ്കിലും മഴ പെയ്യുകയാണെങ്കിൽ ഈ നദിയിലെ, ഗംഗാവലി നദിയിലെ ജലനിരപ്പ് ഉയരും, അടിയൊഴുക്ക് കൂടും. അതും ഒരു റിസ്കി സാഹചര്യമാണ്. ആ റിസ്ക് ഇപ്പോൾ എടുക്കാൻ നേവി തയ്യാറല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മാത്രമല്ല അതിനുള്ളൊരു എക്യുപ്മെന്റ് സംവിധാനം അവരുടെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പുതിയ വിവരം നൽകുന്നത് നേവി സംഘം അവിടെ പരിശോധന നടത്തിയെങ്കിലും അനുകൂലമല്ല സാഹചര്യം ഇപ്പോൾ ദൗത്യത്തിന് എന്നാണ് ഷഫീദ് റൌത്തർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.